നമസ്കാരം. കാര്യം കഴിയുവോളം നാരായണ, കാര്യം കഴിഞ്ഞു കഴിഞ്ഞാൽ കൂരായണ. CPM സഖാക്കന്മാരുടെ മുഖമുദ്രയായി മാറുകയാണ് ഈ ചൊല്ല്. പറഞ്ഞ വാക്ക് ഒന്നും തന്നെ നടപ്പിലാക്കുന്നില്ല എന്ന് മാത്രമല്ല, പറഞ്ഞ വാക്ക് ഓർമ്മ പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഇടത് നേതാക്കളും ഇടത് സർക്കാരും എത്തിയിരിക്കുന്നു. പെൻഷൻ തരാം, സർക്കാർ നിങ്ങൾക്കൊപ്പം എന്നെല്ലാം പറഞ്ഞ് വോട്ടും പിടിച്ച് മന്ത്രി കസേരയിൽ എത്തിയപ്പോൾ സ്വന്തം വാഗ്ദാനങ്ങൾ ഇക്കൂട്ടർ മറന്നു. ഇതോടെ എന്ത് ചെയ്യണമെന്നറിയാതെ പെരുവഴിയിലായിരിക്കുന്നതാകട്ടെ സാധാരണക്കാരായ ജനങ്ങളും. തരാം എന്ന് പറഞ്ഞ് പെൻഷൻ കാശ് കുടിശ്ശികയാക്കി കൊണ്ടേയിരിക്കുകയാണ് ഇടത് സർക്കാർ. ഏകദേശം 6 മാസത്തെ കുടിശ്ശികയാണ് ഇപ്പോൾ ഉള്ളത്. അതിനിടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്ന സമയത്ത് കണ്ണിൽ പൊടിയിടൽ നടപടിയായി, അതായത് വോട്ട് പിടിക്കാനുള്ള നടപടിയായി വേണ്ടി മാത്രം 2 മാസത്തോളമുള്ള കുടിശ്ശിക ഇക്കൂട്ടത്തിൽ നൽകിയിട്ടുണ്ട്. ബാക്കി ഇപ്പോഴും കുടിശ്ശികയായി തുടരുന്നു. ഇതൊന്നും പരിഗണിക്കാതെ മുഖ്യമന്ത്രിയും കുടുംബവും വിനോദസഞ്ചാരത്തിലാണ് ഇപ്പോൾ. എന്തായാലും മുഖ്യന്റെ ഇത്തരത്തിലുള്ള നടപടിയിലൂടെ പെട്ടിരിക്കുന്നത് ധനമന്ത്രിയായ KN ബാലഗോപാലിൽ തന്നെയെന്ന് പറയേണ്ടി വരും. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിൽ മുഖ്യമന്ത്രി ഇങ്ങനെ ഓരോരോ ചെലവുകൾ അധികമായി കൊണ്ടുവരുന്നത് സർക്കാരിനെ വല്ലാതെ പിരിമുറുക്കത്തിലാക്കുന്നുണ്ട്. പെൻഷനും കിറ്റും കാണിച്ച് വോട്ടും പിടിച്ച് അധികാരത്തിലേറിയ സർക്കാർ 3ാം വർഷത്തിലേക്ക് കടന്നിട്ടും അവർ വാഗ്ദാനം ചെയ്ത ക്ഷേമ പെൻഷൻ പോലും കൃത്യമായി കൊടുക്കാൻ ഇക്കൂട്ടർക്ക് സാധിക്കുന്നില്ല എന്നത് ഇവിടെ എടുത്തു പറയുകയാണ്. പെൻഷൻകാരെ സർക്കാർ പൂർണ്ണമായി അവഗണിക്കുന്ന മട്ടാണ്. ഈ സാമ്പത്തിക വർഷം മുതൽ എല്ലാ മാസവും കൃത്യമായി ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യും എന്നതായിരുന്നു ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് ബാലഗോപാൽ ഉൾപ്പെടെയുള്ളവർ വാഗ്ദാനം ചെയ്തത്. എന്നാൽ ക്ഷേമ പെൻഷൻ ഈ മാസം വിതരണം ചെയ്യില്ല എന്ന ധനവകുപ്പിൽ നിന്നുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം വെറും പാഴെന്ന് ആവർത്തിക്കപ്പെടുകയാണ്. ഇതോടെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക ഏകദേശം 6 മാസമായെന്നാണ് കണക്ക്. 2023 നവംബർ വരെയുള്ള ക്ഷേമ പെൻഷൻ മാത്രമാണ് ഇതുവരെ കൊടുത്തിട്ടുള്ളത്. 2023 ഡിസംബർ, 2024 ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ എന്നീ മാസങ്ങളിലെ ക്ഷേമ പെൻഷൻ കൊടുക്കാനുണ്ട്. ഈ മാസം കൂടിയാകുമ്പോൾ അത് 6 മാസത്തിലേക്ക് ഉയരും. 900 കോടി രൂപയാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷനായി സർക്കാരിന് നൽകാൻ വേണ്ടത്. 6 മാസത്തെ ക്ഷേമ പെൻഷൻ കൊടുക്കാൻ 5400 കോടി രൂപ വേണമെന്ന് ചുരുക്കം. 1600 രൂപ പ്രതിമാസ ക്ഷേമ പെൻഷൻ ഇനത്തിൽ ഓരോ പെൻഷൻകാർക്കും 9600 രൂപ വീതം സർക്കാർ കൊടുക്കാനുണ്ട്. അതായത് സർക്കാർ കടക്കാരനാകുന്നു എന്ന് ചുരുക്കം. കൃത്യമായി നികുതികൾ ജനങ്ങളിൽ നിന്ന് സമാഹരിക്കുന്ന സർക്കാരാണ് ഇത്തരത്തിൽ അർഹതപ്പെട്ടവർക്ക് ക്ഷേമ പെൻഷൻ പോലും നൽകാതെ കടം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നതാണ് വിരോധാഭാസം. ഒരു വശത്ത് ആശുപത്രി ചികിത്സയ്ക്ക് ചെലവായ മരുന്ന് മാത്രമല്ല, കുളിക്കാൻ ഉപയോഗിക്കുന്ന തോർത്തിന്റെയും കഴിച്ച ഭക്ഷണത്തിന്റെയും വരെ തുക ഖജനാവിൽ നിന്ന് കൃത്യമായി പോക്കറ്റിലാക്കുന്ന മന്ത്രിമാരുണ്ട്. മറുവശത്ത് മരുന്ന് പോലും വാങ്ങിക്കാൻ ഒരു വകയുമില്ലാതെ, പണമില്ലാതെ ക്ഷേമ പെൻഷൻകാർ കഷ്ടത അനുഭവിക്കുകയാണ്. 2500 രൂപയായി ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കും എന്ന പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇത്തരത്തിൽ കുടിശ്ശിക വർദ്ധിപ്പിക്കുന്നത്. ക്ഷേമ പെൻഷൻ 100 രൂപ പോലും വർദ്ധിപ്പിച്ചില്ല എന്ന് മാത്രമല്ല, 6 മാസത്തെ കുടിശ്ശികയായിക്കൊണ്ടിരിക്കുകയാണ് 2ാം പിണറായി സർക്കാരിന്റെ കാലത്ത്. പ്രകടന പത്രികയൊക്കെ തമാശയായി മാറുന്നു ഈ കാലത്ത്. ഇതിനിടയിൽ സർക്കാരിന്റെ 3ാം വാർഷികം കെങ്കേമമാക്കാനുള്ള തിരക്കിലാണ് സർക്കാർ എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. അതും പോരാഞ്ഞിട്ടാണ് വിദേശയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നതും. എന്തായാലും കേരളത്തിൽ മാത്രം അവശേഷിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ഭരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇത്തരത്തിലുള്ള ചെയ്തികൾ കൊണ്ട് ഇല്ലാതായേക്കാം എന്നത് ഉറപ്പായി കഴിഞ്ഞു.